DN4ലേക്ക് സ്വാഗതം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിശ്വക്സേന വിഗ്രഹം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും ഏറെ പ്രാധാന്യമുള്ളതാണെന്നും എത്ര പേർക്കറിയാം? 2013 ക്ഷേത്ര അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിഗ്രഹത്തിലെ കേടുപാടുകൾ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് പുനഃപ്രതിഷ്ഠ നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ ചോർച്ച മൂലമാകാം കേടുപാടുകൾ സംഭവിച്ചത് എന്നാണ് നിലവിലെ വിലയിരുത്തൽ. ക്ഷേത്രത്തിൽ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്ന കാഴ്ചകളുടെയും കാണിക്കയുടെയും ആദ്യ അവകാശി ഈ ദേവനാണ് എന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ അംശമായ ഈ ദേവന് വിഷ്ണുവിന്റെ പരിപാലന ചുമതലയാണ് ഉള്ളത്. ക്ഷേത്ര നിത്യച്ചെലവുകളുടെ കണക്കുകൾ ബോധിപ്പിക്കുന്നതും ഈ ദേവന് മുമ്പിലാണ്. ഒറ്റക്കൽ മണ്ഡപത്തിന് താഴെ ശ്രീ പത്മനാഭ വിഗ്രഹത്തിന്റെ പാദഭാഗത്താണ് വിശ്വക്സേന വിഗ്രഹമുള്ളത്. 1739-41 കാലഘട്ടത്തിലാണ് പഴയ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചത്. ശ്രീ പത്മനാഭ സ്വാമിയുടെ വിഗ്രഹവും അതേ ശ്രീകോവിലിലെ മറ്റു വിഗ്രഹങ്ങളും കടും ശർക്കരയോഗം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വെള്ളം തൊടാൻ പാടില്ല. അതിനാൽ തന്നെ അഭിഷേകം നടത്തുന്നത് പ്രതിനിധി വിഗ്രഹങ്ങളിൽ ആണ്. വിഷ്ണുപ്രാഥൻ എന്ന ശില്പിയാണ് നിർമ്മിച്ചതെന്നാണ് കരുതുന്നത്. പഴയ വിഗ്രഹത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് പുതിയ വിഗ്രഹവും. ശൂലം, മൃണ്മയം, ലേപനം എന്നീ 3 ഭാഗങ്ങളാണ് ഈ വിഗ്രഹ നിർമ്മാണത്തിന് ഉണ്ടായിരുന്നത്. കരിങ്ങാലി തടിയിലാണ് ശൂലമുള്ളത്. വിവിധതരം മണ്ണും പൊടിയും ചിപ്പിയും സ്വർണവും ചില ഔഷധ സസ്യങ്ങളും കഷായങ്ങളും എല്ലാം ചേർത്താണ് മൃണ്മയം തയ്യാറാക്കുന്നത്. ഏറ്റവും ഉപരിയായിട്ടാണ് ശർക്കര ലേപനം. ഏകദേശം 48 കൂട്ടം വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രത്യേകതരം കൂട്ടാണ് കടുശർക്കരയോഗം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.